ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. ഇത് ഇത് ചെറിയ സ്പെഷ്യലായി പറയാൻ കാരണം നമ്മളൊരു പുതിയൊരു കമ്മ്യൂണിറ്റിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 to 5 months ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഉള്ള ഫസ്റ്റ് സെലിബ്രേഷനാണ്. അപ്പോൾ ഞാനത് ചെറിയ രീതിയിലൊന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഈ കാണുന്നത് താനിയ അവിടെ ക്രാഫ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സെലിബ്രേഷൻ മോർണിംഗ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. രാത്രി നമുക്ക് മ്യൂസിക്കൽ നൈറ്റും ഡാൻസും ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കാണുന്നത് താനിൻ്റെ ക്രാഫ്റ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ അന്നൊരു ക്രാഫ്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾ ഒരു ക്രാഫ്റ്റ് ചെയ്യാം എന്തെങ്കിലും. അപ്പോൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് അവൾ ചെയ്യുന്നത്. ഇതൊരു പ്ലാന്ററാണ്, കോക്കനട്ട് ഷെൽ പ്ലാന്റർ. കുറേ യൂട്യൂബ് ഷോർട്സിലും കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഇത് പ്ലാന്റർ. പിന്നെ ഈസിയാണ് ഉണ്ടാക്കാനൊക്കെ, പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിൽ കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്, പക്ഷേ ആയി വന്നപ്പോൾ ചെറിയൊരു ഹൊറർ ലുക്കായിട്ടുണ്ട്. 2 കൈയുണ്ട്, പിന്നെ കണ്ണും ഫേസും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വേറെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു താനിയ. അത് പ്ലാസ്റ്റിക്കും പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ഫുൾ എൻഗേജ് ആവട്ടോ. അന്ന് ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. കുറേ യൂട്യൂബ് നോക്കുക, പിന്നെ അതെന്താ ചെയ്യേണ്ടത്, അവൾ തന്നെ പെയിൻറ്റ് ചെയ്യുക. ഇതെന്തൊക്കെയോ ഒരു ബ്രൗൺ കളറാണ് അവൾ പെയിൻറ്റ് ചെയ്തത്, പക്ഷേ ഇത് വേറെ ഏതോ കളറായി മാറിയിട്ടുണ്ട്. അങ്ങനെ എക്സ്പെരിമെൻറ്റ്സും അത് ഭയങ്കര രസമായിട്ടാണ് കുട്ടികൾക്ക്. ഈ കുട്ടികൾ ഫോൺ കാണുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ് ആകുമ്പോഴല്ല. ഇത് പിന്നെ ക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് താനെ ഫുൾ എൻഗേജ്. പക്ഷേ ഇഷ്ടമാണ് അവർക്ക്, ഡ്രോയിങ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾ. എങ്ങനെയല്ല ഇത് ചെയ്ത് തീർക്കണം. അങ്ങനെ വീട്ടിൽ കുറച്ച് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. മണ്ണും ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തു. അങ്ങനെ അവളുടെ പ്ലാന്റ് റെഡിയാണ്. അവൾ നല്ല ഹാപ്പിയാണ്. അതിൻ്റെ ഔട്ട്കം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ഹൊറർ ലുക്ക് ഉണ്ട്, പക്ഷേ മൊത്തത്തിൽ റിയലി നൈസ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഐറ്റമാണ് താനിയ ചെയ്ത്. ഇത് പ്ലാസ്റ്റിക്കും ഇതൊക്കെ പേപ്പേഴ്സ് ആട്ടോ, ന്യൂസ് പേപ്പർ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട്. ഇതൊരു സ്റ്റോറേജ് ഒരു ബോക്സാണ്, സ്റ്റോർ ചെയ്യാൻ പറ്റും, കുറേ സാധനത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ 6:30 ആകുമ്പോഴാണ് ഫ്ലാഗ് റേസിങ് സെറമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എന്താ റെഡിയാണ്, വൈറ്റിലാണ്. 2 പേരും, ഇസാനും ഷെയ്ഖാക്കും ഫുള്ള് വൈറ്റ് കുർത്ത, ഞാനൊരു വൈറ്റ് ടോപ്പും ലൂസ് പാൻറ്റും, താനി അതേപോലെ കുർത്തയിലാണ്. അങ്ങനെ ഫ്ലാഗ് റേസിങ് സെറമണി സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇസാനും താനിക്കുന്ന സ്കൂളുണ്ടായിരുന്നു, പക്ഷേ താനിക്ക് പിന്നെ സ്കിറ്റും കുറേ കാര്യങ്ങളും ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പം ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഇസാന് പഠിക്കാനുണ്ട് പറഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. കുറച്ച് നേരമേ ഉള്ളൂ പറഞ്ഞു. കുറച്ച് നേരം ഉറങ്ങാൻ വിചാരിച്ചിട്ട്, പക്ഷേ ഞാൻ എല്ലാവരും പൊക്കി. അപ്പോൾ ഇസാനൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട്, എല്ലാ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു, മാക്സിമം എല്ലാ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്ക് ഫുൾ എനർജി, ഫുൾ ഫ്രഷ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ക്രാഫ്റ്റ് ഡിസ്പ്ലേ, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവരെ ഉണ്ടാക്കിയ സ്കിറ്റാണ്, ലാസ്റ്റ് ടൈമിൽ ഉണ്ടാക്കിയ ഒരു സ്കിറ്റ് ചെയ്യുന്നു. അത് നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നു, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിതാ ഡ്രസ്സ് മാറ്റി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. 3 പേരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മ്യൂസിക്കൽ നൈറ്റ് മാത്രമല്ല, നല്ല ഫുഡും ഉണ്ട്. പിന്നെ ഇന്ന് ജിമ്മിൻ്റെ ഇനോഗ്രേഷനാണ്, റിനോവേഷൻ കഴിഞ്ഞിട്ടുള്ള ഇനോഗ്രേഷനാണ്. ഇന്ന് 2 മാസമായിട്ട് ഇത് ജിമ്മ് പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഇനോഗ്രേഷനാണ്. പിന്നെ നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മ്യൂസിക്കൽ നൈറ്റും അങ്ങനെയൊക്കെ ഇവിടെ. പിന്നെ ഇന്നത്തെ മ്യൂസിക്കൽ നൈറ്റ് സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇന്നൊരു ഫാമിലി ബാൻഡാണ്, മീൻസ് ഹസ്ബൻഡും വൈഫും പിന്നെ മക്കളും. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. ബൈ.
അപ്പോൾ നമ്മൾ മ്യൂസിക്കൽ നൈറ്റ് സ്റ്റാർട്ട് ചെയ്ത്, മ്യൂസിക്കൽ നൈറ്റ് മാത്രമല്ല ജിമ്മിൻ്റെ ഇനോഗ്രേഷനൊക്കെ ആയിരുന്നത്. അങ്ങനെ പുതിയ ലുക്കിലെ ജിമ്മാണിത്. ആദ്യം ചെറിയൊരു സ്പേസ് ആയിരുന്നു, ഇപ്പോൾ വലിയ അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള ഒരു ജിമ്മാണിത്, പുതിയ എക്യുപ്മെൻറ്റ്സും സ്പേസൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, മ്യൂസിക്കലിനായിട്ട് പിന്നെ ഫുഡുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. കുറേ ഫ്രണ്ട്സും കുട്ടികൾ താനേ കുറേ ഫ്രണ്ട്സും, എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ജിമ്മൊക്കെ ഓപ്പൺ ചെയ്തത് കുറേ ദിവസമായി, എനിക്കൊന്നൊരു 1.5 or 2 months ആയിട്ട് ജിം ക്ലോസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്ക് ആയിട്ടുണ്ട് ഇവിടുത്തെ ജിം. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുതിയ എക്യുപ്മെൻറ്റ്സും കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ മ്യൂസിക്കൽ ബാൻഡ് ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീമിൻ്റെ സ്പെഷ്യാലിറ്റി പറയാൻ എന്താണ് സംഭവം പറഞ്ഞാൽ, ഇവരൊരു ഫാമിലിയാണ്, ഫാദർ, മദർ, എൻ്റെ 2 മക്കൾ. അപ്പോൾ അടിപൊളിയായിട്ട് ഇവർ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു. പിന്നെ ഫുൾ എനർജി പാട്ടും റൊമാൻറ്റിക് പാട്ടും എല്ലാം പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കും, മ്യൂസിക് ബാൻഡൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് നമ്മൾ എന്താ പറയുക, എല്ലാ ക്രാഫ്റ്റുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരെയും ക്രാഫ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ, കുറച്ച് പേരുള്ളൂ ഇതിൽ ചെയ്ത് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ പരിപാടി ഡിന്നർ ആണ്. അപ്പം ഞാൻ എല്ലാം നോക്കണം, എന്ത് ഡയറ്റോ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ ഷുഗർ ഡയറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് വന്നാൽ ഞാൻ എല്ലാ ഡയറ്റും മറക്കും. ഞാൻ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ജീര റൈസും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കൊണ്ടാട്ടം, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കണ്ടാൽ ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. ഞാൻ ഡയറ്റിലാണ് ആക്ച്വലി. ഡയറ്റ് പറഞ്ഞാൽ സ്ട്രോങ് ഡയറ്റൊന്നുമില്ല, ATP ഒക്കെ ചെയ്തിട്ട് നല്ല സ്ട്രോങ് ഡയറ്റിലായിരുന്നു അത്. പക്ഷെ ഞാനിപ്പോൾ ഫ്ലെക്സിബിൾ ഫുഡ് ഡയറ്റിലാണ്. കാരണം ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഒരു ഗുലാബ് ജാമുൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം ഗുലാബ് ജാമുൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഗുലാബ് ജാമുൻ മാത്രം കഴിച്ചിട്ടുള്ളൂ. ആ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ എൻ്റെ പ്ലേറ്റ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് പ്ലീസ് അവോയ്ഡ് ചെയ്യുക. അത് അയാളോട് ഞാൻ കുറച്ച് ഇടാൻ പറഞ്ഞിട്ട്, പക്ഷേ അയാൾ അത്യാവശ്യം നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഫുഡ് കഴിച്ച് എന്തിനാ കഴിച്ച് ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ്. അത് പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഡാൻസും അടിപൊളി പാട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഷെജിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഷെജിൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇവിടെ. എല്ലാവരും നല്ല പ്രൈസ് ചെയ്തു, നല്ല അടിപൊളി പെർഫോമൻസ് എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാനൊന്ന് തുള്ളിപ്പോവും. അപ്പോൾ അത് എൻ്റെ ചെറിയൊരു വീക്ക്നെസ്സാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ആരും നോക്കാറില്ല, ഞാൻ തന്നെ എൻജോയ് ചെയ്യലാണ്. അങ്ങനത്തെ കുറച്ച് ടീമുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട്, എനിക്കതൊരു കാലറി ബേണിങ് ആയിരുന്നു, അതുമായിരുന്നു. പ്ലസ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ പരിപാടി ഇതായിരുന്നു, ഒരു കുട്ടി വ്ളോഗ്. ശരിക്കും നല്ലോണം അന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ടേക്ക് കെയർ, ബൈ.